പാലക്കാട് ചിറ്റൂരിൽ ബസ് അപകടം. നല്ലേപ്പിള്ളി അണ്ണാൻതോട് വെച്ച് ബസ്സുകൾ കൂട്ടിയിടിച്ചു. 20-ലധികം പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിലേക്കും പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്കും മാറ്റി. 4 മണിയോടെയാണ് അപകടമുണ്ടായത്. ഇക്ബാൽ അറക്കൽ നൽകും കൂടുതൽ വിവരങ്ങൾ. ഇക്ബാൽ, പരിക്കേറ്റവർക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട്? എങ്ങനെയാണ് ഈ അപകടമുണ്ടായത്? സുജയ, ഞാനിപ്പോൾ ഈ അപകടം നടന്നിട്ടുള്ള ചിറ്റൂർ നല്ലേപ്പിള്ളി ഭാഗത്താണ്. ഈ നല്ലേപ്പിള്ളിയിൽ ഇന്ന് വൈകിട്ട് 4 മണിയോട് കൂടിയാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചത്. 2 സ്വകാര്യ ബസ്സുകൾ ഈ നല്ലേപ്പിള്ളി കമ്പിളിച്ചുങ്കത്തിനടുത്ത് വെച്ച് ഈ അണ്ണാൻതോട് പറയുന്ന ഭാഗത്ത് വെച്ചാണ് കൂട്ടിയിടിച്ചത്. ഒന്ന് കൊഴിഞ്ഞാമ്പാറ ഭാഗത്തേക്ക് പോകുന്ന ബസ്സും മറ്റൊന്ന് തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകളാണ്. 2ഉം സ്വകാര്യ ബസ്സുകളാണ്. ഈ അപകടത്തിൽ 20-ലധികം ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇവരെല്ലാം നാട്ടുകാരാണ്. ഇവർ ഈ അപകടം നടക്കുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു. ഏട്ടാ, എന്താ ശരിക്കും സംഭവിച്ചത്? 2 ബസ്സും നേർക്ക് വന്നിട്ട് ഇടിച്ചതായിരുന്നു. ബസ് ഇടിച്ച സമയത്ത് അവരുടെ വണ്ടിയിലെ ഡ്രൈവറുടെ സീറ്റിൻ്റെ ഭാഗത്തുള്ള ആൾക്കാർ പുറത്ത് ചാടി. ബാക്കിലത്തെ ഡ്രൈവർക്ക് നല്ല പരുക്കുണ്ട്. വണ്ടിയിലെ വേഗതയിലായിരുന്നു ബസ്സുകൾ. ഏകദേശം ടേണിംഗ് ആയിരുന്നു. അതിനനുസരിച്ചിട്ട് ടേണിംഗ് രണ്ടുപേരും ടേണിംഗ് ആയിരുന്നു. കവറേജ് ഇതായ കാരണം കൊണ്ട് സംഭവിച്ചത്. ഞായറാഴ്ച ആയതുകൊണ്ട് പൊതുവെ ആൾക്കാർ കുറവായിരുന്നു. ഇല്ലെങ്കിൽ സ്കൂൾ കുട്ടികളൊക്കെ ഉള്ള സമയമായിരുന്നു. ഇന്ന് പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് ആ ഒരു ചെറിയൊരു സമാധാനമുണ്ട്. എത്ര പേർക്ക് പരിക്ക് പറ്റിയതാണ് മനസ്സിലാക്കാൻ? ഏകദേശം 10, 30, 40 ആളുടെ ഉള്ളിൽ പരുക്ക് പറ്റിയിട്ടുണ്ടാവും. 20 ആൾക്കാരെ എമർജൻസി ആയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട്. ബസ്സിലെ ഡ്രൈവർക്ക് നല്ല പരുക്കുണ്ട്. 2 ഡ്രൈവർക്കും നല്ല പരുക്കുണ്ട്. ഇടുപ്പിന് താഴെ നല്ല പരുക്കുണ്ട്. ഡ്രൈവറിനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കട്ടറിൽ കട്ട് ചെയ്തിട്ടാണ് പോലീസുകാർ എല്ലാവരും വന്നിട്ട് കട്ടറിൽ കട്ട് ചെയ്തിട്ടാണ് കൊണ്ടുപോയിരിക്കുന്നത്. എടുത്ത് മാറ്റിയിട്ട് കൊണ്ടുപോയിരിക്കണം. എത്ര പേർക്ക് പരിക്കുണ്ട്? മാക്സിമം എന്തായാലും ഒരു 10, 25 പേര് 30 പേര് മേലെ ഉണ്ടാവും. ഏത് ആശുപത്രിക്ക്? ചിറ്റൂർ ആശുപത്രിക്കാണ് പോയിരിക്കുന്നത്. താലൂക്ക് ആശുപത്രി, അത്താണി, കുത്താണി, ജില്ലാ ഹോസ്പിറ്റൽ എല്ലാത്തിലും പോയിട്ടുണ്ട്. ആർക്കെങ്കിലും സാരമായി പരിക്കേറ്റിട്ടുണ്ട്? ഇല്ല, അത് ഡ്രൈവർമാരും മാത്രമാണ് കൂടുതലുമായിട്ട് പരിക്കായിട്ടിരിക്കുന്നത്. ആ ബസ്സിലെ ഡ്രൈവർക്കാണ് കൂടുതൽ പരുക്ക്. ഞാൻ പറയിലേക്ക് പോയിരുന്ന ബസ്സിന്റെ ഡ്രൈവർ പോകുന്ന ബസ്സിലേക്ക് ഡ്രൈവറാണ് കൂടുതൽ പരുക്കുള്ളത്. ഈ വളവിൽ അശ്രദ്ധയോടുകൂടി വാഹനോടിച്ചു വന്നതാണ്? അല്ല, ഇതിപ്പോൾ അങ്ങനെ പറയാൻ പറ്റില്ല. അമിത വേഗത പറയാനില്ല. ടോട്ടൽ അപകട വളവാണ്. അതുകൊണ്ട് ആർക്ക് വേണേലും സംഭവിക്കാതെ സംഭവിക്കുന്നതാണ്. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ആവുന്നതാണ്. ഇവിടെ ഇതെപ്പോഴും ഒരുപാട് പഠിക്കാൻ പോണ തൊട്ടേ ഉള്ള ഒരു സംഭവമാണ്. ഞാനൊക്കെ ഒരു 10-20 വർഷത്തിന് മുമ്പേ. എത്ര മണിയോട് കൂടിയാണ് ഈ അപകടം? ഇതൊരു 3:30 അല്ല, ഒരു 4:10 ആകുമ്പോഴാണത്. പാലക്കാട് ചിറ്റൂരിലുണ്ടായ അപകടത്തിന്റെ വിവരങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇക്ബാൽ, ഈ നല്ലേപ്പിള്ളി അണ്ണാൻതോട് ഭാഗത്ത് ഈ ബസ്സുകൾ കൂട്ടിയിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എങ്ങനെയാണ്? സുജയ, ഈ അണ്ണാൻതോട് ഭാഗത്ത് എന്ന് പറയുന്നത് ഇത് ഒരു വളവാണ്. വലിയ രീതിയിലുള്ളൊരു വളവാണ്. ഈ വളവിൽ നിന്ന് ഈ തൃശ്ശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബസ് കയറി വരുമ്പോൾ എതിർ ദിശയിൽ വന്നു ബസ് ഇത് കാണാൻ കഴിയാത്ത രീതിയിലാണ് വന്നതെന്നാണ് യാത്രക്കാരിലും അതുപോലെ തന്നെ നാട്ടുകാരും പറയുന്നത്. സ്ഥിരമായി അപകടം നടക്കാറുള്ള ഒരു മേഖലയാണ് ഇതെന്നും നാട്ടുകാർ പറയുന്നത്. ഇതിനു മുമ്പും പല തവണ ഈ ഒരു മേഖലയിൽ വെച്ച് അപകടം നടന്നതായാണ് നാട്ടുകാരിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇന്ന് 4:10 കൂടിയാണ് ഇത്തരത്തിലൊരു അപകടം ഈ അണ്ണാൻതോട് മേഖലയിൽ വെച്ച് നടന്നത്. ഈ തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന ബസ്സും അതുപോലെ തന്നെ കൊഴിഞ്ഞാമ്പാറ ഭാഗത്തേക്ക് പോകുകയായിരുന്ന സ്വകാര്യ ബസ്സുമാണ് കൂട്ടിയിടിച്ചത്. ഈ അപകടത്തിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, 2 ബസ്സുകളുടെയും മുൻഭാഗം പൂർണ്ണമായും തകർന്നിട്ടുള്ള സാഹചര്യമുണ്ട്. ഡ്രൈവർമാർ ഇരിക്കുന്ന ഭാഗത്താണ് ഏറ്റവും കൂടുതലും ഈ അപകടത്തിൻ്റെ തോത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഡ്രൈവർമാർക്കാണ് ഏറ്റവും കൂടുതൽ പരിക്കേറ്റുള്ളതെന്നാണ് ഇപ്പോൾ നാട്ടുകാരും പറയുന്നത്. ബസ്സിലുണ്ടായിരുന്ന അനേകം ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. അവരെല്ലാം നിലവിൽ വിവിധ ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവിടെയുള്ള ആളുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഏകദേശം 25 മുതൽ 30-ലധികം ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ്. ഇവരെല്ലാം ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിലേക്കും അതുപോലെ തന്നെ അത്താണി ആശുപത്രിയിലേക്കും പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്കുമാണ് മാറ്റിയിട്ടുള്ളത്. ഏട്ടാ, ഇത് ഒരു സ്ഥിരം അപകട വളവാണോ? സ്ഥിരം അപകട വളവാണ്. ഇതിന് മുൻപ് ഒരു 7 പേര് ഒരുമിച്ച് മരിച്ചിട്ടുണ്ട് കുറേ വർഷങ്ങൾക്ക് മുൻപ്. വളരെ ബുദ്ധിമുട്ടാണ്. വരുമ്പോൾ കാണാൻ കഴിയില്ല. ഇവിടെ കഴിയാനുള്ള ഇതിൽ കൂടെ കയറി വരുന്ന സമയത്ത് കാണാൻ കഴിയില്ല. എനി ടൈം വർഷം ഇവിടെ അപകട മേഖലയാണിത്. ഇതിനൊരു വളവ് നൂർത്തിയേ പറ്റുള്ളൂ. നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. അല്ല, കുറച്ച് ഡ്രൈവറാണെന്ന് തോന്നുന്നു. ഇതെന്താ ഇവിടെ ബാക്കിലെ വണ്ടിയിലാണ് കണ്ടക്ടറാണ്. ബസ്സിന്റെ കണ്ടക്ടറാണ്. അപകട മേഖലയാണെന്നാണ് നാട്ടുകാർ. സാധാരണ ദിവസവും ഉണ്ട്. ഇത് എപ്പോഴും ശരിയാക്കേണ്ട സമയം നമുക്ക് കഴിഞ്ഞു പോയി. ഇതല്ല, ഇതിന് മുമ്പ് ഒരുപാട് ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. ഒരുപാട് സാഹചര്യം എടുത്തിട്ടില്ല. ഇവിടെ നിറയെ ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവിടെ എല്ലാം അശ്രദ്ധ കൊണ്ട്. കാരണം ഇവിടെ ആരും
ടേണിംഗ് ആണ്, വലിയ ഓവർ സ്പീഡാണ്. സത്യസന്ധം പറയാം, ഇവിടെ നിറയെ ആക്സിഡൻ്റ് ആയിട്ടുണ്ട്. പക്ഷേ ഞങ്ങളതിൽ ഈ പ്രദേശികളാണ്. പക്ഷേ ഇവിടെ ഈ തൃശ്ശൂർ വണ്ടിക്കാരില്ലേ, ഇവിടെ അവർ കറക്റ്റ് ഡ്രൈവിംഗ് സെക്ഷൻ അല്ല, അവർ ഓവർ സ്പീഡ്, പിന്നെ ഇവിടെ ചോദിക്കാൻ ആരുമില്ല. അങ്ങനെയുള്ളൊരു സ്വന്തം ചിന്തയിൽ ഗുണ്ടായിസം പറയാലോ. പക്ഷേ 2017 പാലം വികസിപ്പിച്ചിട്ടുണ്ട്, 2017 വികസിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അത് പോരാ. ഒരു 8 വർഷം മുൻപ് വികസിപ്പിച്ചത് ശരിയാണ്, പക്ഷേ ഇനിയും വികസിപ്പിക്കണം. ഇത് നല്ല ഒരു ഹൈവേ, 1 മിനിറ്റിൽ 60 വണ്ടികൾ പാസ് ചെയ്യുന്ന റോഡാണ്. 60 വണ്ടികൾ പാസ് ചെയ്യും. ഈ ടേണിംഗ് ഒന്ന് മാറ്റി തരിക, അത്രേ ഉള്ളൂ. ഇതാണ് നാട്ടുകാരുടെ ഒരു പ്രതികരണം എന്ന് പറയുന്നത്. ഇതൊരു അപകട വളവാണ്, സ്ഥിരം അപകടങ്ങൾ നടക്കുന്ന ഒരു മേഖലയാണ്. ഈ വളവ് തീർക്കാനുള്ള ഞങ്ങൾ ഒരുപാട് കാലങ്ങളായിട്ട് ഇത് പറയാനാണ്. ഈ ബെല്ല് വളരെയധികം അപകടകരമാണ്. ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പറയുന്നത് ഇതൊന്ന് പരിഹാരം. ഇതാണ് 4:10 കൂടിയാണ് ഇത്തരത്തിൽ ഒരു അപകടം ഈ അണ്ണാന്തോട് മേഖലയിൽ വെച്ച് സംഭവിച്ചതെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഈ ഒരു അപകട വളവാണ്, സ്ഥിരം ഒരു അപകട വളവാണ്. ഇവിടെ വെച്ച് ഇതിനു മുമ്പും ഇത്തരത്തിൽ അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് നാട്ടുകാരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഏതായാലും ഇന്ന് 4:10 കൂടിയാണ് ഇത്തരത്തിൽ ഒരു അപകടം സംഭവിച്ചത്. ഇപ്പോൾ ഏതായാലും അപകടത്തിൽ പരിക്കേറ്റ ആളുകളെ മുഴുവൻ ആശുപത്രികളിലേക്ക് മാറ്റാൻ ഇവിടെ എത്തിയിട്ടുള്ള പോലീസിനും അതുപോലെ തന്നെ നാട്ടുകാർക്കും രക്ഷാപ്രവർത്തകർക്കും സാധിച്ചിട്ടുണ്ട്. ഇനി എത്രയും പെട്ടെന്ന് ഈ മേഖലയിൽ നിന്ന് അപകടത്തിൽപ്പെട്ട ഈ ബസ്സുകൾ എടുത്തു മാറ്റി ഇവിടെ ഗതാഗത യോഗ്യമാക്കാനുള്ള ഒരു നടപടികളിലേക്കാണ് യാത്രക്കാരും അതുപോലെ തന്നെ നാട്ടുകാരും പോലീസും ഉൾപ്പെടെ കടന്നിരിക്കുന്നത്. ഇന്ന് വൈകിട്ട് 4:10 കൂടിയാണ് ഇത്തരത്തിലൊരു അപകടം ഈ അണ്ണാന്തോട് ചിറ്റൂരിന് നല്ലേപ്പള്ളിക്ക് സമീപം അണ്ണാന്തോട് വെച്ച് ഉണ്ടായത്. ഇതൊരു വലിയൊരു അപകട വളവാണെന്നാണ് യാത്രക്കാർ പറയുന്നത്. ഈ വളവ് കയറി വരുന്നതിനിടയിലാണ് ഈ തൃശ്ശൂർ ഭാഗത്തേക്കും അതുപോലെ തന്നെ കൊഴിഞ്ഞാമ്പാറ ഭാഗത്തേക്കും പോവുകയായിരുന്ന ഈ 2 സ്വകാര്യ ബസ്സുകളും കൂട്ടിയിടിച്ച് ഒരു അപകടം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായത്. ഏകദേശം 30-ലധികം ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് നാട്ടുകാരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഔദ്യോഗിക വിവരങ്ങൾ പുറത്ത് വരുന്നതേ ഉള്ളൂ. ഏതായാലും അപകടത്തിൽ പരിക്കേറ്റുള്ള മുഴുവൻ ആളുകളെയും ബസ്സിലുള്ള ജീവനക്കാരുൾപ്പെടെ ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരെ എല്ലാം ഇക്ബാൽ അറക്കൽ ഇപ്പോൾ ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിലേക്കും പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്കും ഇവരെ മാറ്റിയിരിക്കുകയാണ്. പ്രാദേശികമായി സർവീസ് നടത്തുന്ന ബസ്സുകളല്ലേ ഇത് രണ്ടും? അതെ സുജിയ, പ്രാദേശികമായി ആളുകളെല്ലാം കയറി യാത്ര ചെയ്യുന്ന ബസ്സാണ്. കൊഴിഞ്ഞാമ്പാറ മേഖലയിലേക്ക് പ്രത്യേകിച്ചും ചിറ്റൂരിൽ നിന്നെല്ലാം ഒരുപാട് പേർ വ്യവസായ കാര്യങ്ങൾക്ക് അതുപോലെ തന്നെ കാർഷിക കാര്യങ്ങൾക്കെല്ലാം അവർക്ക് ചിറ്റൂർ മേഖലയിലേക്ക് തന്നെ വരണം. അതെല്ലാം കഴിഞ്ഞ് കൊഴിഞ്ഞാമ്പാറ മേഖലയിലേക്ക് പോകുന്ന ബസ്സായിരുന്നു ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ബസ്. ഇതിൻ്റെ ദൃശ്യങ്ങൾ തന്നെ ഒരുപക്ഷെ വ്യക്തമാകും. ഡ്രൈവർ ഇരിക്കുന്ന സീറ്റാണ്. ഈ ഭാഗം പൂർണ്ണമായും തകർന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. ഈ ഒരു അപകട വളവിലൂടെ സഞ്ചരിക്കുന്നതിനിടയിലാണ് ഈ തൃശ്ശൂർ മേഖലയിലേക്ക് പോവുകയായിരുന്ന ഈ സ്വകാര്യ ബസ്സുമായി ഈ ബസ് കൂട്ടിയിടിച്ചിട്ടുള്ളത്. ബസ്സിൻ്റെ ഈ മുൻഭാഗം പൂർണ്ണമായും തകർന്നിട്ടുള്ള ഒരു സാഹചര്യമുള്ള ദൃശ്യങ്ങളിൽ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഏതായാലും നാട്ടുകാരും ഇവിടെ രക്ഷാപ്രവർത്തനം എത്തിയിട്ടുള്ള ആളുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് 2 ബസ്സുകളുടെയും ഡ്രൈവർമാർക്കാണ് സാരമായി പരിക്കേറ്റുള്ളത്. ഇവരെ പിന്നീട് ബസ് കട്ട് ചെയ്ത് മാറ്റി, ഈ ബസ്സിൻ്റെ ഈ ഭാഗങ്ങൾ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷമാണ് ഇവരെ പുറത്തെത്തിച്ച് ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുള്ളതെന്നാണ്. ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാർക്കും പരിക്കേറ്റുണ്ട്. ഏതായാലും ഇവരെ പരിക്കേറ്റുള്ള മുഴുവൻ ആളുകളെയും എത്രയും പെട്ടെന്ന് തന്നെ ആശുപത്രികളിലേക്ക് മാറ്റാൻ രക്ഷാപ്രവർത്തകർക്ക് സാധിച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിലേക്കാണ് ഇവരെ എല്ലാവരും കൊണ്ടുപോയത്. അവിടെ നിന്ന് പിന്നീട് വിദഗ്ധ ചികിത്സ ആവശ്യമുള്ളവരെയാണ് പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുള്ളത്. ചിലവരെ ചിറ്റൂരിൽ തന്നെയുള്ള സ്വകാര്യ ആശുപത്രികളിലേക്കും മാറ്റിയിട്ടുണ്ട്. നിരവധി ആളുകളാണ് ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. ഏട്ടാ, ചിറ്റൂർ സ്വദേശിയാണ്. ഇവിടെ എപ്പോഴും വളവിൽ അപകടം നടക്കാറുണ്ടെന്നാണ്. എപ്പോഴും നടക്കാറുണ്ട് ഇവിടെ. ഈ വളവാണോ ഈ പ്രശ്നം? ഏറ്റവും പ്രശ്നം വളവ് തന്നെ. വളവ് നിവർത്താറില്ല? ഇല്ലില്ല, സർക്കാരൊന്നും ചെയ്യാറില്ല. എപ്പോഴും ഈ മുക്കിൽ എപ്പോഴും ഡേഞ്ചറാണ്. ഏറ്റവും വലിയ ഡേഞ്ചറുള്ള നാട്ടുകാർ പരാതി കൊടുത്തിരുന്നു വളവ് നിവർത്തണം? കൊടുത്തിട്ടുണ്ട്. ഇവിടെ അടുത്ത് ക്ലീൻ ചെയ്യുന്നുണ്ട്, എന്നാലും ക്ലിയർ ഇല്ല. ഈ അപകട സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു? അറിഞ്ഞിട്ട് ആൾക്കാരാണ്. മുമ്പോട് അപകടം ഉണ്ടായിട്ടില്ല, എപ്പോഴും നിറയെ അപകടം നമ്മൾ നല്ലപോലെ ഉണ്ടായിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് ഈ ഭാഗത്ത് വെച്ചിട്ടുണ്ട്. ഈ അണ്ണാന്തോട് ഈ ജംഗ്ഷനിലല്ലോ, ആ ജംഗ്ഷനിൽ അപകടം. അപ്പോൾ ദൃശ്യങ്ങളിൽ ഒരു പക്ഷേ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ രക്ഷാപ്രവർത്തകർ ഇവിടെ ഈ അപകടത്തിൽപ്പെട്ടുള്ള ബസ് ഈ ഒരു റോഡിൽ നിന്ന് മാറ്റാനുള്ള ഒരു ശ്രമത്തിലാണ്. ചിറ്റൂർ മേഖലയിലേക്ക് വരുന്ന പ്രധാന പാതയാണിത്. ചിറ്റൂരിൽ നിന്ന് നല്ലേപ്പള്ളി മേഖലയിലേക്ക് പോകുന്ന പ്രധാന റോഡാണ്. ഇവിടെയാണ് ചിറ്റൂരിൽ നിന്ന് കൊഴിഞ്ഞാമ്പാറ മേഖലയിലേക്ക് പോകുന്ന പ്രധാന റോഡാണിത്. ഇവിടെയാണ് ഈ നല്ലേപ്പള്ളിക്ക് സമീപം അണ്ണാന്തോട് വെച്ച് ഇപ്പോഴുണ്ടായ അപകടം അതൊരു അപകട വളവിലാണ് ഉണ്ടായിരിക്കുന്നത്. 2 ബസ്സുകളുടെയും മുൻഭാഗം പൂർണ്ണമായും തകർന്നത് നമുക്ക് വ്യക്തമായ ദൃശ്യങ്ങളിൽ ഇക്ബാൽ അറക്കൽ കാണിച്ചു തന്നു. ഇപ്പോൾ പരിക്കേറ്റവരെ ആശുപത്രികളിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഏറ്റവും പുതിയ വിവരങ്ങളിലേക്ക് നമുക്ക് എത്താം.